നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊല്ലം സെന്റർ പ്രഥമ സെക്രട്ടറിയും സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ശാരീരിക പരിമിതികൾക്കപ്പുറത്ത് നിന്ന് നേതൃത്വം നൽകുകയും ചെയ്ത കൊല്ലം കടപ്പാക്കട നഗർ സിത്താരയിൽ ബിന്ദു എസ് നിര്യാതയായി. ശാരീരികാസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ 11 മണിക്ക് ശേഷം നടക്കും. മകൾ ആനി പർവീൺ, പോളണ്ട്. ശ്രീമതി ബിന്ദുവിന്റെ നിര്യാണത്തിൽ ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ, ട്രസ്റ്റിമാരായ രവി കണ്ണമ്പിള്ളി, താഹിറ നൂറുദ്ദീൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. ആൽഫ തളിക്കുളം സെന്റർ അവലോകന യോഗം ബുധനാഴ്ച രാവിലെ 10:30 സെന്ററിൽ ചേരും. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ P നാരായണനുണ്ണി അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി വ്യാസ ബാബു, നഴ്സിംഗ് ഇൻചാർജ് ജയശ്രീ, ഫിസിയോതെറാപ്പിസ്റ്റ് അശ്വതി, ട്രഷറർ തങ്കമ്മ ഡേവിസ് എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിൽ സമ്മാനാർഹരായവർക്കുള്ള സമ്മാനദാനം ഈ യോഗത്തിൽ നടക്കുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ P നാരായണനുണ്ണി അറിയിച്ചു. ആൽഫ തിരുവല്ല സെന്റർ പരിധിയിലുള്ള കവിയൂർ മാർത്തോമ സെൻട്രൽ സ്കൂളിൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ SAPC ആരുഷ് ക്ലബ് ഉദ്ഘാടനവും പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസും നടത്തി. 50 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ജെറ്റി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നടന്ന പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസിന് കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അനിൽ മോഹൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ എബിൻ മാത്യൂസ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ബാലമുരളി എന്നിവർ നേതൃത്വം നൽകി. സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരുടെ നന്ദി പ്രകാശനത്തോടെ ചടങ്ങ് അവസാനിച്ചു. അധ്യാപകരായ ജാക്സി, സുനിത, റിൻഡു എന്നിവർ സന്നിഹിതരായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.